കർത്താവ് സർവമഹത്വത്തോടും കൂടി സർവ ദൈവദൂതന്മാരോടും കൂടി ആകാശവിധാനത്ത് പ്രത്യക്ഷനാകും. അന്ത്യവിധിയെക്കുറിച്ച് ഇപ്രകാരമാണ് വിശുദ്ധ ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവദൂതന്മാരുടെ അകമ്പൊടിയോടുകൂടി മഹിമയോടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ കർത്താവ് ഉപവിഷ്ടനാകും. അപ്പോൾ അവന്റെ മുമ്പിൽ ലോകത്തിലുള്ള എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. അവൻ തന്റെ വലതുവശത്ത് നന്മ ചെയ്ത് നീതിപൂർവം ജീവിച്ച് വചനമനുസരിച്ച് ജീവിച്ച വ്യക്തികളെ ചെമ്മരിയാടുകളും കോലാടുകളും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത് പോലെ നല്ല മനുഷ്യരായി ജീവിച്ച മനുഷ്യരെ തന്റെ വലതുവശത്ത് അണിനിരത്തും. അത് ഇപ്രകാരമാണ് ബൈബിളിൽ പറയുന്നത്: ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ തന്റെ ഇടതുവശത്തും അവൻ ഒരുമിച്ച് കൂട്ടും. അനന്തരം തന്റെ വലതുവശത്തുള്ള ആളുകളോട് ഇപ്രകാരം കർത്താവ് അരുളി ചെയ്യും: എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ ഭവനത്തിൽ സ്വീകരിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്നെല്ലാം അവരോട് പറയുമ്പോൾ അവർ കർത്താവിനോട് ചോദിക്കും: കർത്താവേ, അങ്ങയെ ഞങ്ങൾ വിശക്കുന്നവനായി കണ്ട് ഭക്ഷണം തന്നത് എപ്പോൾ? ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ തന്നത് എപ്പോൾ? അങ്ങയെ കാരാഗ്രഹത്തിലോ രോഗികളോ ആയി കണ്ടതെപ്പോൾ? അപ്പോൾ കർത്താവ് മറുപടി പറയും: ഈ ചെറിയവനിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സക്കാത്തൊക്കെ കൊടുക്കുക, അപ്പൊ എന്നാന്ന് വെച്ചാൽ ഈ ചെറിയവന് ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ചെയ്തത് തന്നെ. ഈ ചെറിയവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അനന്തരം തന്റെ ഇടതുവശത്തുള്ള ആളുകളോട് കർത്താവ് പറയും: